എരുമപ്പെട്ടി ഗ്രാമപഞ്ചായത്തിന്റെ വിവിധ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ മാലിന്യ കൂമ്പാരം. പഞ്ചായത്തിൽ പരാതിപ്പെട്ടിട്ടും ശുചീകരിക്കാൻ നടപടി സ്വീകരിക്കാത്തതിനെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസ് മെമ്പർമാർ രംഗത്തെത്തി. പഞ്ചായത്തിന്റെ ആഹ്വാനപ്രകാരം വാർഡുകളിലെ വിവിധ പ്രദേശങ്ങളിൽ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുമ്പോൾ ഓഫീസുകൾ പ്രവർത്തിക്കുന്ന പഴയ പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം മാലിന്യ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. പഞ്ചായത്തിന്റെ കീഴിലുള്ള ICDS തൊഴിലുറപ്പ്, പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ, കുടുംബശ്രീ, VEO എന്നീ ഓഫീസുകളും കോട്ടപ്പുറം പോസ്റ്റ് ഓഫീസും കുടുംബശ്രീ പിങ്ക് കഫേയും പ്രവർത്തിക്കുന്നത് ഇവിടെയാണ്. പകർച്ചവ്യാധികൾ പകരുന്നത് തടയുന്നതിന് നേതൃത്വം കൊടുക്കേണ്ട പഞ്ചായത്ത് ഓഫീസിൽ തന്നെ മാലിന്യം കൂമ്പാരമായി കിടക്കുമ്പോൾ പ്രസിഡന്റ്, സെക്രട്ടറി, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി, ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ള അധികാരികൾ ശുചീകരണ പ്രവൃത്തി നടത്താൻ തയ്യാറാകുന്നില്ല എന്ന് കോൺഗ്രസ് മെമ്പർമാർ പറഞ്ഞു. ഭക്ഷണാവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളുമാണ് ഇവിടെ കെട്ടിക്കിടക്കുന്നത്. ഈച്ചയും കൊതുകും പെരുകുന്ന അവസ്ഥയാണ് നിലവിൽ. ഇതിനോട് ചേർന്ന് നിൽക്കുന്ന വീട്ടിലുള്ളവർക്കും ഓഫീസുകളിലെ ജീവനക്കാർക്കും പകർച്ചവ്യാധികൾ പിടിപെടാനുള്ള സാധ്യതയുണ്ട്. മെമ്പർമാരുടെ പ്രതിഷേധം സെക്രട്ടറിയെ അറിയിച്ചെങ്കിലും സെക്രട്ടറി സ്ഥലത്തെത്തുവാനോ മെമ്പർമാരുമായി സംസാരിക്കുന്നതിനോ തയ്യാറായില്ല. പഴയ കെട്ടിടത്തിന് മുകളിലെ കമ്മ്യൂണിറ്റി ഹാളിലും മാലിന്യം കെട്ടിക്കിടക്കുകയാണെന്നും ഇവിടെ പരിശോധിക്കുന്നതിന് സെക്രട്ടറി അനുവദിച്ചില്ല എന്നും കോൺഗ്രസ് മെമ്പർമാർ പറഞ്ഞു. തുടർന്ന് മെമ്പർമാർ സെക്രട്ടറിയുടെ ഓഫീസിലെത്തി പ്രതിഷേധം അറിയിച്ചു. ജനപ്രതിനിധികളോടുള്ള സെക്രട്ടറിയുടെ ധിക്കാരപരമായ നടപടിക്കെതിരെ ബന്ധപ്പെട്ടവർക്ക് പരാതി നൽകുമെന്നും പഞ്ചായത്തിന്റെ മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർണ്ണ പരാജയമാണെന്നും കോൺഗ്രസ് മെമ്പർമാർ പറഞ്ഞു. പഞ്ചായത്ത് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ NK കബീർ, മെമ്പർമാരായ ഫ്രിജോ വടക്കൂട്ട്, മീന ശലമോൻ, റിജി ജോർജ്, MB വിജീഷ്, MR സജിത, ആനി ടീച്ചർ, ഷാജി വർഗീസ് എന്നിവർ പ്രതിഷേധത്തിൽ പങ്കെടുത്തു. ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റുമായും അതുപോലെ തന്നെ ബന്ധപ്പെട്ട സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുമായും ഉദ്യോഗസ്ഥരുമായും പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാൻ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടായിട്ടില്ല. നമുക്കറിയാം, പകർച്ചവ്യാധികൾ പടർന്ന് പന്തലിച്ച് വരുന്നൊരു സമയമാണ് ഈ കാലഘട്ടം. ഇതിന് തൊട്ടടുത്തുള്ള വീട് സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇവിടെ കുട്ടികളുണ്ട്, പ്രായമായവരുണ്ട്. ഇവരുടെ ജീവന് പോലും ഒരു സുരക്ഷിതത്വം നൽകാൻ പഞ്ചായത്ത് ഭരണസമിതിയോ തയ്യാറാവാത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മെമ്പർമാർ ഇവിടെ ഒത്തുകൂടിയിട്ടുള്ളത്. ഇതിന്റെ മുകളിലത്തെ ഭാഗം ഭക്ഷണം കഴിച്ച വേസ്റ്റുകളടക്കം ഇട്ടിരിക്കുകയാണ്. പ്രധാനപ്പെട്ട ഓഫീസുകളെല്ലാം തന്നെ ഈ ബിൽഡിങ്ങിനകത്താണ് സ്ഥിതി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പഞ്ചായത്ത് സെക്രട്ടറിയോട് ഒന്ന് വിളിച്ചു ഇവിടം വരെ വന്ന് ഇതൊന്ന് കാണാൻ വേണ്ടി പറഞ്ഞപ്പോൾ അതിന് പോലും തയ്യാറാവാതെ പഞ്ചായത്ത് മെമ്പർമാരെ അവഹേളിക്കുന്ന ഒരു സമീപനമാണ് പഞ്ചായത്ത് സെക്രട്ടറിയുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടുള്ളത്. തീർച്ചയായും പഞ്ചായത്ത് സെക്രട്ടറിക്കെതിരെ പരാതിയുമായിക്കൊണ്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള മെമ്പർമാർ തീരുമാനിച്ചിട്ടുള്ളത്.